ഹായ് ഡീസ്, എല്ലാവർക്കും സ്പെഷ്യൽ ആശംസകൾ. അതോടൊപ്പം ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സ്പെഷ്യൽ ആശംസകൾ. ഞാൻ കോട്ടയത്തൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ എല്ലാവരോടും ചോദിച്ചു, ജ്ഞാനം എന്നാൽ എന്താണ്, നോളജ് എന്നാൽ എന്താണ്. അതിലൊരാൾ എന്നോട് പറഞ്ഞത്, മാഡം, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ്, ഞാൻ എക്കണോമിക്സാണ് പഠിച്ചിരിക്കുന്നത്, എനിക്ക് സാമ്പത്തിക മേഖലയെപ്പറ്റി നല്ലവണ്ണം അറിയാമെന്നാണ് പറഞ്ഞത്. അതിൽ വേറൊരാളോട് ഞാൻ ചോദിച്ചു, അയാൾ പറഞ്ഞത് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ് മാഡം, എനിക്ക് എല്ലാ മേഖലയും അറിയാം, അതുപോലെ രാഷ്ട്രീയം എനിക്ക് എല്ലാ മേഖലകളെയും പറ്റി അറിയാം, അതുപോലെ രാഷ്ട്രീയം അറിയാം, മെഡിക്കൽ സെക്ഷൻ അറിയാം, ഈ പ്രപഞ്ചത്തെ തന്നെ അറിയാം, എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ജ്ഞാനം എന്നാൽ രണ്ട് വിധത്തിലുള്ള ജ്ഞാനമുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് വിനയമാണ്. രണ്ടാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള ജ്ഞാനമാണ്. മുകളിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജ്ഞാനം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്ന വിനയമാണ്. ഒരു വിനയമുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിലെ വലിയ വലിയ കൊടുമുടികൾ നിഷ്പ്രയാസം താണ്ടിക്കിടക്കുമെന്നാണ് പറയുന്നത്. അവൻ വിനയത്തോടുകൂടി നിന്ന് പൊളൈറ്റ്നെസ്സോടുകൂടി നിന്ന് അവൻ്റെ കാര്യം കാണുമെന്നുള്ളതാണ്. എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും അവൻ പഠിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അവൻ കൈയടക്കുമെന്നുള്ളതാണ്. എന്നാൽ വിനയമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കയ്പ് നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈർഷ്യയുണ്ടായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ. അവൻ എപ്പോഴും സ്വാർത്ഥമോഹമുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ സ്വാർത്ഥമോഹം, ഈർഷ്യ, ഇതൊക്കെ ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ജ്ഞാനം ഇല്ല എന്നുള്ളതാണ്, അറിവില്ല എന്നുള്ളതാണ്. അത് സത്യത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ അത് ഒരിക്കലും ദൈവത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തിയല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ജ്ഞാനം എന്ന് പറയുന്നത്, അതായത് അത് സത്യത്തിന് നിഷേധിക്കുന്ന ജ്ഞാനമാണ് എന്നാണ് പറയുന്നത്. അത് ദൈവത്തിൽ നിന്നുള്ളൊരു ജ്ഞാനമല്ല. അസൂയ, കുശുമ്പ്, കണ്ണുകടി, ഇങ്ങനെയുള്ള അറിവുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല അതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ജ്ഞാനം ഭീകരമാണ്, പൈശാചികമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അസൂയയെ പറ്റി പറയാം. അസൂയ എന്ന് പറയുന്നത് ശരിക്കും സ്വാർത്ഥമോഹമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അസൂയയുള്ള ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ നല്ലതിലേക്ക് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അസൂയ എന്ന് പറയുന്നത് തന്നെ സ്വാർത്ഥമോഹമാണ്. അതായത് അസൂയയുള്ള ഒരു വ്യക്തിക്ക് എല്ലാവിധത്തിലുള്ള ദുഷ്പ്രവർത്തികളും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ വിനയമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ മേഖലകളെ കൈകടത്തും എന്നുള്ളതാണ്. അവൻ വിജയിക്കും എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഈ മുകളിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ്. അതായത് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സമാധാനം, അതുപോലെ സൗമ്യത, അനുസരണ, കരുണ, അതുപോലെ സൽഫലങ്ങൾ, ഇതെല്ലാം തന്നെ മുകളിൽ നിന്നും ദൈവം നമുക്ക് തരുന്ന ജ്ഞാനമാണ്. അതുപോലെ എല്ലാവരെയും ഇക്വാലിറ്റിയോടുകൂടി കാണുക, പക്ഷപാതമില്ല, ഒരു പക്ഷഭേദവുമില്ല, അതുപോലെ തന്നെ കാപട്യമില്ല, ഇങ്ങനെയെല്ലാം ജീവിക്കുന്ന മനുഷ്യന് സമാധാനമുണ്ട് എന്നുള്ളതാണ്. അതായത് സമാധാനത്തിൽ നിന്ന് നമ്മൾ നീതി കൊയ്യും എന്നുള്ളതാണ്. സമാധാനം വിതച്ച് അവിടെ നിന്ന് നീതി കൊയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ഞാൻ ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, BEd ഞാൻ സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് മുകളിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ജ്ഞാനവും രണ്ടാമത്തെ ജ്ഞാനം എന്ന് പറയുന്ന വിനയവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ല ജ്ഞാനത്തോടുകൂടി ജീവിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നല്ല മേഖലകൾ കീഴടക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുകയാണ്. ഗുഡ് മോർണിംഗ്.